മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ് ഞാനാകന്നാലും നീയാകലില്ല ഞാൻ മാറം നീട്ടും സ്നേഹിച്ചു നീ ഞാനാകന്നാലും നീയാകലില്ല ഞാൻ മാറം നീട്ടും സ്നേഹിച്ചു നീ എൻ്റെ എല്ലാം എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ എൻ്റെ എല്ലാം എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ. Praise the Lord. Caleb will read Psalm 60. You have rejected us, God, and burst upon us. You have been angry, now restore us. You have made the land quake. You have split it open, heal its breaches, for it totters. You have shown your people desperate times. You have given us wine that makes us stagger. You have given a banner to those who fear you, that it may be displayed because of the truth. Save us and help us with your right hand, that those you may love be delivered. God has spoken in his holiness. I will exalt, I will portion out Shechem and measure out the valley of Sukkot. Gilead is mine and Manasseh is mine. Ephraim is my helmet, Judah is my scepter. Moab is my wash bowl, over Edom I shall throw my shoe. Shout loud, O Philistia, because of me. Who will bring me to the fortified city? Who will lead me to Edom? Have not you yourself, O God, rejected us? And will you not go forth with our armies, O God? Give us aid against the enemy, for human help is worthless. Let us read verse 12 together. Through God we shall do valiantly, and it is He who will tread down our adversaries. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. താങ്ക് യു കാലം. ആമേൻ. 10ാമത്തെ വാക്യം പറയുന്നത്, ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ, ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഇന്ന് പകലിൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. മാനുഷിക സഹായങ്ങൾ നമ്മെ സഹായിപ്പാൻ കഴിയാത്ത പല മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ ഇവിടെ നിന്നുകൊണ്ട് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണെന്ന് മനുഷ്യരാരും എന്നെ സഹായിപ്പാൻ കഴിയാത്ത അവസരങ്ങൾ ഉണ്ടായിരുന്നപ്പോഴോ ഇന്ന് പകലും എത്ര പേർക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി പറയുവാൻ കഴിയും, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചത് കൊണ്ട്, ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ തന്നെ എൻ്റെ വൈരികളെ മെതിച്ചു കളഞ്ഞത് കൊണ്ട് ഇന്ന് പകലിൽ ഞാൻ എൻ്റെ രക്ഷകനായ ദൈവത്തെ വാഴ്ത്തുമെന്ന് സന്തോഷത്തോടെ പറയാൻ കഴിയുന്നവർ കരങ്ങളെ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ഞങ്ങളുടെ രക്ഷകനാകുന്നു, ദൈവം ഞങ്ങളുടെ സങ്കേതമാകുന്നു. അപ്പാ ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ മാർവോട് ചേരുവാൻ, അങ്ങ് ഞങ്ങളുടെ പിതാവായി ആമേൻ അങ്ങയുടെ മക്കളായി അങ്ങയോട് ചേർന്ന് നടപ്പാൻ, ഞങ്ങൾ അകന്നാലും അകലാതെ, ഞങ്ങൾ കർത്താവെ സ്നേഹിപ്പാൻ മറന്നുപോയാലും മറക്കാതെ ഞങ്ങളോട് കാണിക്കുന്ന വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നും അങ്ങയെ സ്നേഹിപ്പാൻ, ദൈവശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Please be seated. I greet you all in the name of our Lord and Savior Jesus Christ. And God has gave us one more opportunity to come into the presence of the Lord to worship our God. The song that I sang the beginning, probably it might be a new song for you all, but it's not a new song. I've heard that it's been released like a year ago, but I heard last week, and I've been
singing that song and worshiping the Lord since. It's a beautiful song. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. ഞാൻ അകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും എന്നെ സ്നേഹിച്ചു നീ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലിപ്പമല്ലേ. Many times we forget to love our God, but He has never forgotten us. Anybody have a testimony this morning? My God never forget me. Hallelujah. My God never forget me. എൻ്റെ ദൈവം എന്നെ ഒരിക്കലും മറന്നു പോകുന്ന ഒരു ദൈവമല്ല. Praise the Lord. With that being said, I want to invite you to your attention to the Psalms this morning that we read. Psalm 60. I believe that we have read that Psalms one time before. Praise the Lord. But this morning, I want to ask you, the psalmist is singing that song. There's a huge, a long title that you can see to that Psalms. But I'm not going into the context or the story, the passage, which is the context of that Psalms. But I want to invite your attention to the verses 1. The psalmist is saying, God, you have rejected us. God, you have rejected us. God, you have cast us off. നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. Will God ever rejected us? Will God ever cast us off? That's a deep question. Will God ever cast us off? Will God ever rejected us? Many times, we feel like we are rejected. We feel like God is not answering our prayers. Praise the Lord. But here, the psalmist is telling, he said, God, you have rejected us. He's not talking about his feelings. He's not talking about he thought about it. But he is literally saying that God, you have rejected us. What makes God rejects us? What causes God in rejecting his people? And I was meditating, and we can see in the book of Genesis, when God created Adam and Eve, God told them, and God gave them the Garden of Eden, and they were in the Garden of Eden, and they were enjoying the continuous presence and walking with the Lord. Whenever there is all days, in every day evening, God comes down, and God calls Adam and Eve, and God walks with them. That's what we can see in Genesis. But look at that. When Adam and Eve, when they sinned against God, right? When they sinned against God, God cast them off from the Garden of Eden. You can read that in Genesis chapter 3, verses 23 and 24. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ദൈവത്തോട് കൂടെ വസിച്ചിരുന്ന ആദമിനെയും ഹവ്വയെയും യഹോവയായ ദൈവം ഏദനിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. Right? Praise the Lord. So number 1, sin causes or cast them off. Sin cast them off from the presence of the Lord. Psalmist is saying, God, you have rejected us. What is the reason? Only one reason. Isaiah, book of Isaiah chapter 59 verses 2. 59. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. It says like this, our iniquities have made a separation between you and God. But your iniquities, you have separated between you and your. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര ഇല്ലേ? Praise the Lord. Will God ever rejected us? If you say so, the reason is the sin, is your iniquities, is your transgressions which was separated you from the Lord. There is no change in God. God will never change. God has no changes at all. From eternity till eternity, God is the same. God is the same yesterday. He is the same today. And He will be the same tomorrow. If you believe, come on, say amen to that. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവനൊരു മാറ്റമില്ല. അവന് മാറ്റം വരുന്നതുമില്ല. ഒന്നിനും അവനെ മാറ്റാൻ കഴിയത്തതുമില്ല. ആമേൻ പറഞ്ഞേ.
Praise the Lord. Hallelujah. Whoever is in the position, whatever government, rules the nations. Let me tell you, whatever amendments came, whatever rules came, whatever seasons that you are in, let me encourage you this morning. Our God will never change. Amen. നമ്മുടെ ദൈവത്തിന് ഒരു മാറ്റവുമില്ല. Praise the Lord. Hallelujah. And Isaiah chapter 59 verses 1, it says, God's hand is not too short. Behold, the Lord's hand is not shortened that it cannot save, neither his ear heavy that it cannot hear. രക്ഷിപ്പാൻ കഴിയാതവണ്ണം നമ്മുടെ ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഞാൻ പറഞ്ഞതിനെ ഒന്നും കൂടെ കോൺക്രീറ്റ് ചെയ്ത് ഞാൻ പറയുക. Our God, has never changed. Hallelujah. God can still deliver you. God can still, pick you, out of your darkness situation. And God can still deliver you. His hand is not too shortened to deliver you, nor his ear is heavy that it cannot hear. Praise the Lord. ഇന്ന് പകലിലും രക്ഷിപ്പാനിന്റെ കർത്താവിന്റെ കരത്തിന് ബലമുണ്ടെന്ന്. എത്ര വലിയ ഹല്ലേലൂയ സാഹചര്യമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും അതിന്റെ നടുവിൽ നിന്ന് നിന്നെ വിടുവിച്ച് പുറത്തെടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. Praise the Lord. Hallelujah. God has never changed. But look at that, Adam and Eve, they sinned against the Lord. They disobeyed. They ignored, they disobeyed the commandment of the Lord. Number 2, they ignored the call of invitation. Let me tell you this. വായിക്കുന്നത് എങ്ങനെയാ? ഒന്ന്, അവർ ദൈവത്തിന്റെ കൽപ്പന എന്ത് ചെയ്തു? അനുസരിച്ചില്ല. Praise the Lord. ദൈവത്തിന്റെ വാക്കിനെ അവർ മറുതലിച്ചു. They disobeyed. Number 2, they ignored the invitation of the Lord. Every evening God come down and walk with them. And that one day when God came down, they were hiding themselves. Praise the Lord. Praise the Lord. അന്ന് വൈകുന്നേരം വന്ന് ആദമേ ഹവ്വയെന്ന് വിളിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഒളിച്ചിരുന്നു. Praise the Lord. Let me tell you, our God still calls you. Jesus is still calling you. Inviting us to come closer to him. Hallelujah. In every year, in every situation, in every moment, all the preachings, all the, proclamation of the gospel, Jesus is inviting the people, come near to me. If you are heavy laden, come, ഭാരം ചുമക്കുന്നവര്, അധ്വാനിക്കുന്നവര്, എന്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. Jesus still calls you. This morning, I'm standing in this pulpit. I'm still proclaiming the word of the Lord. I'm still inviting as a servant of the Lord. Jesus is still calling you. You don't have to hide yourself. Praise the Lord. Hallelujah. നിങ്ങൾ ഒളിക്കേണ്ട കാര്യമില്ല. നമ്മെ നന്നായി അറിയുന്ന ഒരു കർത്താവുണ്ട്. He knows every failures in our life. He knows every decisions that we took in our life. He knows every fault and wrongs in our life. നമ്മുടെ ജീവിതത്തിൽ വന്ന പിഴവുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും എൻ്റെ ദൈവത്തിന് അറിയാം. സകലതും അവന്റെ മുൻപിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. There is nothing that you can hide from the face of the Lord. That same Jesus is calling you this morning. Come near to me. Praise the Lord. But they ignored the invitation. That is the reason that they said that God has rejected us. God is calling, inviting us. They ignored the presence of the Lord. Number 1, they disobeyed the commandment. Number 2, they ignored the call of invitation. Number 3, they ignored the presence of the Lord. Hallelujah. Apostle Paul says in Romans chapter 3 verses 23. Romans chapter 3 verses 23. Apostle Paul says, for all have sinned and fall short of the glory of God. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. Praise the Lord. All have sinned. Praise the Lord.
But I thank the Lord for the invitation that God has given us on the cross of Calvary. Amen. കാൽവറിയുടെ മലമുകളിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ പിതാവായവൻ തന്നിട്ട് പറഞ്ഞു, if anybody, those who believe in Jesus Christ, as hallelujah, amen, the serpent, amen, hallelujah, amen, the emblem was raised in the wilderness, hallelujah. മോശ പിച്ചുള്ള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ, anybody looking onto that, they will be saved. Like that on the cross of Calvary, amen, hallelujah, a divine presence, a divine God, amen, he gave his life and he was raised on the cross of Calvary. If anybody look unto him, if anybody call on his name, you will not be rejected. He still calls you and say, I can change your situation, I can forgive your sins, I can transform your life. Praise the Lord. ക്രൂശിൽ കർത്താവ് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു. ആമേൻ. ഹോബയ ദൈവം ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു. ആമേൻ. Look at that 1 Corinthians chapter 15 verses 21. 1 Corinthians chapter 15 verses 21. By a man came death, by a man came resurrection of dead. For since by man came death, by man came also the resurrection of the dead. Who is the first man? That is Adam. I mean, through Adam the death came to the to the world. But the second man, he is the Lord who manifested, the God who manifested in the flesh. John says he is the Lord, and the word was with the Lord, and that word manifested in a human body. And Hebrews chapter 10 says there is one body that God has separated for us. There is one man that God has separated for us through his body and through his sacrifice, that God gave us the victory. And Apostle Paul says, thanks be to God who gave us the victory, hallelujah, through Son Jesus Christ. ക്രിസ്തു മുഖാന്തരം എന്നേക്കുമായ ജയം തന്ന കർത്താവിന് ഇന്ന് പകൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. Hallelujah. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. The second man, he was died and he was buried in a tomb. But a bright morning on a bright morning, third day morning, he proclaimed there is no power, on the death. There is no power on the Sheol, darkness. And Jesus raised from the death, and he said, I have risen, and the resurrected power which was in me that I am going to give to you. Praise the Lord. പുനരുദ്ധാനത്തിന്റെ ശക്തി മനുഷ്യന്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ അതേ ആത്മാവ് അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. Praise the Lord. Hallelujah. Look at that. In Christ all will be made alive. Praise the Lord. The psalmist says, God, you have rejected us. Will God ever rejected us? Praise the Lord. If you're saying so, your sin has made a separation between you and God. If you are asking God to forgive your sins, പാപത്തെ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, കഴിഞ്ഞ നാളുകളിൽ എന്നിൽ വന്നുപോയ കുറവശങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന്, if we ever hallelujah, ask forgiveness to the Lord, and if you're crying in the presence of the, let me tell you, as a servant of God, Jesus is still inviting you. പാട്ടുകാരൻ അങ്ങനെ പറഞ്ഞു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ താൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. Jesus is still calling us, and he is still inviting us, and he has the power to forgive our sins. Number 2, 1 Samuel chapter 15 verses 11. 1 Samuel chapter 15 verses 11. You can see the story of Saul. Look at that. Hallelujah. It repents me, God said. It repented me that I have set up Saul to be a king. ദൈവം പറയാം, എനിക്ക് മനസ്താപം ഉണ്ടായെന്ന്. എന്തിനാ? ശൗലിനെ രാജാവായി തെരഞ്ഞെടുത്തതിൽ. Praise the Lord. Hallelujah. And Malayalam walking and English working. I repent, right? Praise the Lord. Hallelujah. I regret. God said, I regret that I made Saul as a king.
Praise the Lord. You know what happened? God, told to Saul and through Samuel, to go and kill the Amalekites. Saul went and tried, battle or, fight the Amalekites. The word of God was very clear. If you read in, verses 3 of 1 Samuel chapter 15, that God said, completely destroy everything, right? അവിടെ പറയുന്ന ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. Utterly destroy everything, Amalekites and everything that they have. നോക്കിക്കേ, now go and smite Amalek and utterly destroy all that they have and spare them not, but slay both man and woman, infant and suckling, ox and sheep, camel and ass, everything completely destroy. But you know what Saul did? He spared the king Agag. And he spared, what he saw that it was good. നല്ല അവന്റെ കണ്ണിനെ ആകർഷിച്ചത്. What attracted his eyes, he separated it. അല്ലേ? നമ്മളും അല്ലേ പറയുന്നത് വിട്ടുകളയേണ്ടതിനെല്ലാം വിട്ടുകളയണമെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണിന് അട്രാക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. ഹല്ലേലൂയ. എന്തൊക്കെയാ വിട്ടോടേണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു ഭാഗത്ത് നമ്മുടെ വഴി എന്നുള്ള വിഷയത്തെ നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ പിന്നീട് പറയാം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 പറയുന്നുണ്ട്, സകല പാപവും ഇല്ലേ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം സ്ഥിരതയോടുകൂടെ ഓടണമെന്നാ പറയുന്നത്. We have to run with endurance. Leave everything behind. And you know what happened if you're looking back on what you have left? You know what happened in the life of the wife of Lot, അല്ലേ? ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് നമുക്കറിയാം. അവൾ പുറകോട്ട് നോക്കി, അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. And she stayed there like a salt. Hallelujah. Praise the Lord. Look at that. When God said utterly destroy everything, Saul disobeyed. And Samuel came to Saul and asked, did you do everything what God has said? Saul said yes. And Samuel said, why still I am hearing the voices of your sheep and oxen? ഞാൻ ഇപ്പോഴും ഹല്ലേലൂയ ആടിന്റെയും കാളയുടെയും ശബ്ദം കരച്ചിൽ കേൾക്കുന്നല്ലോ. Praise the Lord. നമ്മുടെ ജീവിതത്തിലും ഇപ്പോഴും ഒന്നുകൂടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞ ചില ആടിന്റെയും കാളകളുടെയും ചില അമാലിക്ക് സാമാനങ്ങൾ നമ്മളിപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. Praise the Lord. വിട്ടുകളയണമെന്ന് കർത്താവ് പറഞ്ഞതിനെല്ലാം നാം വിട്ടുകളയണം. അരുതാത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. Whatever is separating you and God, you have to completely, utterly destroy. Let me tell you, all the youngsters, everyone, adults, everyone, whatever that separates you from God's presence. If God's cloud is not over your tent, outside things can come in. Hallelujah. Outside, powers can come in. But if God's tent, God's cloud is over, settled upon the tabernacle, you can see no one can enter into the tabernacle, right? Praise the Lord. സമയം പോയി പോകുക. Saul spared and used what God and used what God commanded to destroy. Now വേഗത്തിൽ പോകുക. Matthew chapter 21 verses 12. Matthew chapter 21, we can see that Jesus cast off something from inside the tabernacle, inside the church. Hallelujah. യേശു വന്നപ്പോൾ they changed the worship into a business. ആരാധനയെ ബിസിനസ് ആക്കി മാറ്റി. Praise the Lord. ഇപ്പൊ നാട്ടിൽ ഭയങ്കര അടിയാ. പണ്ടൊക്കെ പാടാൻ പോകുന്നവർക്ക് ഒന്നും കിട്ടത്തില്ലായിരുന്നു. ഇപ്പൊ പാടാൻ പോകുന്നവർക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും. Praise the Lord. They changed the worship into a business. They changed the worship into a business. Let me tell you this. പാടാൻ വരെ പോകുന്നവർക്ക് കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആ കൊടുത്തില്ലെങ്കിലും അത് ദൈവത്തിന്റെ വേലയാണെന്ന് ഹൃദയത്തിൽ ആദ്യം ഒരു ബോധ്യം ഉണ്ടാകണം. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴല്ല, ഇപ്പോഴല്ല, നാട്ടിൽ പോകുമ്പോഴെല്ലാം ഞാൻ പറയായിരുന്നു, എവിടെ ചെന്നാലും എനിക്കൊരു സ്വോത്രം തരുമ്പോൾ ഞാൻ പറയും വേണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. Praise the Lord. പിന്നീട് എന്നോട് പറഞ്ഞില്ല പാസ്റ്റർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കുള്ള ഒരു കൂലി അത് വാങ്ങിക്കാതിരിക്കരുത്, ഞങ്ങളുടെ അനുഗ്രഹം കളയരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിക്കും. പക്ഷെ ഒരു പ്രാവശ്യം പോലും തന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല.
പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വീട്ടിൽ ഒരു മെമ്മോറിയൽ സർവീസിന് പോകുന്നുണ്ട്. അത് ഇറങ്ങിയപ്പോഴും അവൻ ഓടി വന്നിട്ട് അവിടുത്തെ മോൾ എനിക്ക് കൊണ്ടുവന്ന ഒരു കവർ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, no, I don't want. No, this is the custom, I know that. But I said, no, this is, it might be the custom, but this is a different person എന്ന് പറഞ്ഞ് ഞാൻ സ്തോത്രം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. എനിക്കറിയാമായിരുന്നു ഞാൻ അവിടെ പ്രസംഗിച്ചിട്ട് സംസാരിച്ചിട്ട് പോകുന്നത്, ഞാൻ അവിടെ വിത്തിട്ടിട്ട് പോകുന്നത്, അതിന്റെ ഫലം കർത്താവ് പിന്നെ അവിടെ നിന്ന് കൊയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുക. അത് കഴിഞ്ഞു വന്നപ്പോൾ ഞാനത് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ മെമ്മോറിയലിന് ഒരു മെസ്സേജ് കൊടുത്തതാണെങ്കിലും I talked about Jesus. Hallelujah. അത് കഴിഞ്ഞപ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു, this is what I want to hear എന്ന്. Praise the Lord. ഇതായിരുന്നു എനിക്ക് കേൾക്കേണ്ടതെന്ന്. Praise the Lord. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു വിത്തിട്ടിട്ട് പോകുന്നത് കർത്താവ് അതിന് ഫലം അവിടെ നിന്ന് ഞാൻ കണ്ടില്ലെങ്കിലും ഹല്ലേലൂയ എൻ്റെ പിന്നാലെ വരുന്നവർ ആ നന്മ കാണും, ആ കൊയ്ത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. Let me tell you this. God has rejected Psalmist says. ഞാൻ ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞ് മുമ്പോട്ട് അങ്ങ് പോകുക. if God rejects, what happens? പറഞ്ഞ് വേഗത്തിൽ നിർത്തിയ കേട്ടോ. If God rejects, what happened? Verses 1. Look at that. There is fractures inside. എന്ത് വയ്യ? Praise the Lord. മലയാളത്തിൽ പറയുന്നത്, നീ കോപിച്ച് ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വാക്യം, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ച്. There is a crack, there is a fracture. If God has rejected you, if there is no God's presence in your family, in your life, there will be cracks and fractures in your life. മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്യണം താല്പര്യമുണ്ട്. പല കുടുംബങ്ങളിലും തകർച്ചയുടെ വക്കിലിരിക്കുക, പല കുടുംബങ്ങളും സമാധാനമില്ലാതിരിക്കുക, പല കുടുംബങ്ങളും ഒരുമിച്ച് വാഹനത്തിൽ ആരാധിക്കാൻ വരുന്നുണ്ടെങ്കിലോ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതിരിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവ ഭയവും ഭവനത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഭവനങ്ങൾ ഭിന്നിച്ചിരിക്കുകയാണ്. Praise the Lord. Hallelujah. Let me go forward. Look at that. Hallelujah. Verses 1 is fractures inside. There were relationship problems. Verses 3, മൂന്നാമത്തെ വാക്യം വായിക്കുന്നത്, you have experienced hardship. Praise the Lord. You have experienced, ഞങ്ങൾക്ക് കാഠിന്യം അനുഭവിച്ചു. ദൈവഭയമില്ലെങ്കിൽ, ദൈവം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവഭയം നിങ്ങളുടെ and the solution എന്താ? What is the solution? Verses 4, വേഗത്തിൽ വായിച്ചേ. If you fear God will give you a banner. Praise the Lord. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ കേട്ടോ. ദൈവത്തെ ഭയപ്പെട്ടാ മതി. If you honor the presence of the Lord, if you honor the word of God in your life, let me tell you, that is the only solution that God can hallelujah manage, and God can give you solutions in your fractured relationship. നിങ്ങളുടെ ഭിന്നിച്ചിരിക്കുന്ന മുടിഞ്ഞിരിക്കുന്ന നശിച്ചിരിക്കുന്ന റിലേഷൻഷിപ്സും hallelujah ജീവിതത്തിന്റെ മേഖലകളിലോ അതിനൊരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. Come back to the presence of the Lord. Honor the presence of the Lord. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ അവൻ പറയും, ഞാനൊരു കൊടി ഉയർത്തും. God said, I will give you a banner. You know what is meaning? What is the banner represent? And you have witnessed, our president, the inauguration of our president. You can see the beast, the car, right? Hallelujah. The beast. In front of that two car, there is a two banner. That represent the president. Whenever, the president appears, there will be a flag behind him. There will be a sign in front of the pulpit. Hallelujah. So look at that. That represent, there is a Lord. Hallelujah. There is a leader. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെയാ, ഇവിടെ ഒരു യജമാനനുണ്ടെന്ന്, ഇവിടെ ഒരു ദൈവമുണ്ടെന്ന് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. The banner represent the presence of a king. The banner represent the presence of the Lord, a leader. Praise the Lord. God said the only solution that God will give, fear the Lord, and God will give you a banner. അഞ്ചാമത്തെ വാക്യം നോക്കിക്കേ. Can I have the English worship team? We will sing a song and we'll take the offering at this time. So അഞ്ചാമത്തെ വാക്യം കൂടെ നോക്കിക്കേ. ദൈവം നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. ഹല്ലേലൂയ. രണ്ട് വ്യക്തികളെ മാത്രം വേദപുസ്തകത്തിൽ ഞാൻ കാണിക്കാം. Two people from the word of God. One you can see from the Old Testament. Daniel has three names. അവന്റെ parents ഇട്ട name one Daniel എന്നായിരുന്നു. When he came to Babylon, the nation gave him a name. The city, the nation, the country gave him a name. They call him Belshazzar. But you know what God called him? He is greatly beloved. എനിക്ക് ഏറ്റവും പ്രിയനായ
Praise the Lord, Daniel. Amen. When there was documents signed against him, hallelujah. When there were documents signed against him, ദാനിയേൽ രേഖ എതിരായി എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. സിംഹത്തിന്റെ ഗുഹയിൽ കിടന്നവനെ ജീവനോടെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ വചനം ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് യഹോവയുടെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. Praise the Lord. പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഇരുന്നപ്പോൾ, I mean, in the New Testament you can see John chapter 11. He heard about his beloved brother Lazarus. He died. Praise the Lord. Jesus wept. ഇല്ലേ, യേശു എന്ത് ചെയ്തു? കണ്ണുനീർ വാർത്തു. യേശു കരഞ്ഞു. നമ്മുടെ വേദനകൾ കർത്താവ് നമ്മോട് കൂടെ കരയുന്നവനാ, നമ്മുടെ വേദനകൾ അറിയുന്നവനാ. Look at that. Hallelujah. I mean, the beloved Lazarus, everyone said it's all finished. But look at chapter 12 verses 1. I mean, the one who was died and one who was inside the tomb, he came out alive and he sat with Jesus. മനസ്സിലായോ? മരിച്ച് അമേൻ കല്ലറയ്ക്കകത്തിരുന്നവനെ പുറത്തു കൊണ്ട് യേശുവിനോട് കൂടെ പന്തിയിൽ ഇരുത്തിയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ആമേൻ, പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് ഞാൻ എൻ്റെ ജീവിതം പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന് പാപത്തിന്റെ ഗുഹയിൽ കിടക്കേണ്ടതായിരുന്നു. But my Christ came and he delivered me. സന്തോഷമുണ്ടോ? ആമേൻ, കർത്താവ് വന്ന് ആമേൻ മരണത്തിന് ആമേൻ അധീനനായിരുന്ന എൻ്റെ ജീവനെ വിടുവിച്ച് എന്നേക്കും അവനോട് കൂടെ ഇരുത്തേണ്ടതിന്. Praise the Lord. Hallelujah. നിത്യതയിൽ നാം എവിടെ ഇരിക്കുന്നെന്ന് അറിയാമോ? We going to sit with the Lord. ഹല്ലേലൂയ. മരിച്ച ലാസറിനെ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് യേശുവിനോട് കൂടെ പന്തിയിൽ ഇരുത്തിയെങ്കിൽ we have a feast coming. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ പകൽ ധൈര്യത്തോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യുക. കർത്താവ് നമ്മെ വിടുവിപ്പാൻ ശക്തനാ. അവൻ നമ്മളെ ഒരു നാളും തള്ളിക്കളയുകയില്ല. ആൻസറും കൂടെ ഞാൻ പറയാം. Will God ever forsake us? Romans chapter 11 verses 1. Will God ever forsake us? The word of God says no. He will never forsake us. സ്വതന്ത്രം പറയാമോ? 11:1. എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഇന്ന് പകൽ നമ്മെ തള്ളിക്കളയാത്തൊരു നല്ല കർത്താവ് ഉണ്ടെന്ന് ആ കൈകളെല്ലാം മാറോട് ചേർത്ത് വെച്ചിട്ടൊന്ന് പറഞ്ഞേ ധൈര്യത്തോടെ. Come on, place your hand on your chest and say, there is a God who never forsakes us. എന്നെ ഒരു നാൾ തള്ളിക്കളയാത്ത ഒരു അപ്പനുണ്ടെന്ന്. ആമേൻ. ക്ലേശങ്ങളുടെ നടുവിലോ, ആമേൻ, ഹല്ലേലൂയ, വേദനകളുടെ നടുവിലോ, പ്രയാസങ്ങൾ വരുമ്പോഴോ, ആരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തിയാലോ എന്നെ തള്ളിക്കളയാത്ത ഒരു നല്ല അപ്പൻ എനിക്കുള്ളത് കൊണ്ട് എന്നെ ഒരു നാളിൽ അവനോട് കൂടെ അവൻ ഇരുത്തുന്നത് കൊണ്ട്. Praise the Lord. ധൈര്യത്തോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. We will sing a song and we will take the offering of that.